2/10 എത്ര കൂട്ടിയാൽ 2/11 കിട്ടുന്നതാണ് ചോദ്യം. നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ട ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ്. ഫോർ എക്സാമ്പിൾ 4നോട് എത്ര കൂട്ടിയാൽ 10 കിട്ടും നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 4നോട് 6 കൂട്ടിയാലാണ് 10 കിട്ടുക. ശരിക്കും ആ ഉത്തരം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ 4ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കല്ലേ, അത് 6ആണല്ലേ. അഥവാ 10 - 4 ചെയ്താലാണ് നമുക്ക് ഈ 6 കിട്ടുക. അപ്പോൾ അതേ പരിപാടി തന്നെയാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ്. 2/11 2/10 നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറയ്ക്കേണ്ടി വരും. ഇനി എങ്ങനെ കുറയ്ക്കും? നമുക്കറിയാം 2/11 എന്ന് പറഞ്ഞാൽ 2/10 + 1 ഞാൻ ഇയാളെ ഒന്ന് മാറ്റി എഴുതുന്നുള്ളൂ. 11നെ മാറ്റിയിട്ട് 10 + 1 ആക്കി. കുറയ്ക്കണം 2/10 എന്നുള്ള അവിടെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, x⁴a + b എന്ന് പറയുന്ന ഫോർമാറ്റിൽ വന്നാൽ അതിൻ്റെ അർത്ഥം x⁴a ഗുണിക്കണം x⁴b എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2/10 + 1 എന്നുള്ളതിനെ ഞാനൊന്ന് ഇങ്ങനെ മാറ്റി എഴുതുന്നുണ്ട്. 2/10 ഗുണിക്കണം 2/1. എന്നിട്ട് അതിന് നമ്മൾ 2/10 ഇവിടെ കുറയ്ക്കാനുണ്ട്. അത് ഞാനിവിടെ എഴുതി വെച്ചു. ഇയാളങ്ങോട്ട് തന്നെ എഴുതി വെച്ചു. നോക്കുക, നമ്മൾ ഇതിൻ്റെ അർത്ഥം എന്താ? 2/10നെ 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം 2/10 ഉണ്ട്. അതിന് ഒരു പ്രാവശ്യം 2/10 കുറയ്ക്കണം. 2/10 നിന്ന് ഒരു 2/10 കുറയ്ക്കണം. ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ? 2/10 ഉണ്ടാവുള്ളൂ. നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി ഇതെല്ലാം നമുക്ക് കറക്റ്റ് സ്റ്റെപ്പ് തന്നെ എഴുതി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. നോക്കിക്കോ, ഈ രണ്ട് സ്ഥലത്തും 2/10 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു 2/1 അഥവാ 2 ബാക്കി വരുള്ളൂ. മൈനസ് ഇയാളുടെ ഇവിടെ ബാക്കി വരുന്നത് പിന്നെ 1 ആയിരിക്കും. ഇപ്പോൾ 2 1 കുറച്ചാൽ നമുക്കറിയാം 1 ആണ്. 2/10 ഗുണിക്കണം 1 എന്ന് കിട്ടും. 2/10 ഗുണിക്കണം 1 എത്രയാണ്? 2/10 തന്നെയാണ്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. 2³ കൂടെ എത്ര കൂട്ടിയാൽ 2/4 കിട്ടുന്നതാണ് ചോദ്യം.